പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വലിയ സ്വപ്നങ്ങൾ കാണുന്നവരാണ്, ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നവരുമാണ്. പക്ഷേ ചിലർ മാത്രം എന്തുകൊണ്ട് വിജയിക്കുന്നു? മറ്റു ചിലർ എത്ര പരിശ്രമിച്ചാലും പരാജയപ്പെടുന്നു. ഇതിന് കാരണം നമ്മൾ ചെയ്യുന്ന ചില വലിയ തെറ്റുകളാണ്. നമ്മുടെ വിജയത്തിന് തടസ്സമായി നിൽക്കുന്ന ആ 5 പ്രധാന തെറ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള അറിവാണ്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുമല്ലോ. ഒന്നാമത്തെ തെറ്റ്, വ്യക്തമായ ലക്ഷ്യമില്ലാത്ത ജീവിതമാണ്. ഒരു കപ്പൽ യാത്ര പോകുമ്പോൾ അതെങ്ങോട്ട് പോകണമെന്ന് ക്യാപ്റ്റൻ അറിഞ്ഞില്ലെങ്കിൽ ആ കപ്പൽ എവിടെയും എത്തില്ല. പലരും ജീവിതത്തിൽ ബിസിനസ് ചെയ്യാനോ പഠിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ കൃത്യമായി എന്ത്, എപ്പോൾ, എങ്ങനെ വേണമെന്നതിൽ അവർക്ക് വ്യക്തതയില്ല. നിങ്ങളുടെ ലക്ഷ്യം സ്മാർട്ടായിരിക്കണം, അത് വ്യക്തമായിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, അളക്കാവുന്നതായിരിക്കണം, മെഷറബിൾ, നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കണം, അച്ചീവബിൾ, നിങ്ങളുടെ ജീവിതത്തിന് പ്രാധാന്യമുള്ളതായിരിക്കണം, റെലവന്റ് ആയിരിക്കണം. ഒപ്പം ഒരു സമയപരിധി, ടൈം ബോണ്ട് ഉണ്ടായിരിക്കണം. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വെറും അധ്വാനം മാത്രമാണ്, വിജയത്തിലേക്കുള്ള പാതയല്ല. രണ്ടാമത്തെ തെറ്റ്, നാളേക്ക് മാറ്റിവെക്കുന്ന ശീലം. എനിക്ക് ഇന്ന് മൂടില്ല, നാളെ മുതൽ തുടങ്ങാമെന്നൊക്കെ നമ്മൾ സ്വയം പറയുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ വിലപ്പെട്ട സമയമാണ്. വിജയികളും പരാജയപ്പെട്ടവരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇതാണ്. വിജയികൾക്ക് മടിയുണ്ടെങ്കിലും അവരത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നു. ഇതിനെ മറികടക്കാൻ 2 മിനിറ്റ് റൂൾ പരീക്ഷിക്കുക. ഏതെങ്കിലും ഒരു ജോലി ചെയ്യാൻ 2 മിനിറ്റിൽ താഴെ മാത്രമേ ആവശ്യമുള്ളൂ എങ്കിൽ അത് ഉടനെ തന്നെ ചെയ്തു തീർക്കുക. അതുപോലെ ഏറ്റവും കടുപ്പമുള്ള കാര്യം രാവിലെ തന്നെ തീർക്കുക. ഒരിക്കൽ നിങ്ങൾ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ മടി പതിയെ ഇല്ലാതെയാവും. ഓർക്കുക, മികച്ച സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഒരിക്കലും ആരംഭിക്കുന്നില്ല. മൂന്നാമത്തെ തെറ്റ്, പരാജയത്തെക്കുറിച്ചുള്ള ഭയമാണ്. ഞാൻ തോറ്റുപോയാൽ സമൂഹം എന്തു പറയും, നഷ്ടം വന്നാൽ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മെ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് തടയും. എന്നാൽ തോൽവി എന്നത് ഒരവസാനമല്ല, മറിച്ച് വിജയത്തിലേക്കുള്ള പാഠമാണ്. തോമസ് ആൽവ എഡിസൺ ആയിരക്കണക്കിന് തവണ പരാജയപ്പെട്ട ശേഷമാണ് ബൾബ് കണ്ടുപിടിച്ചത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ തോൽക്കുകയായിരുന്നില്ല, ബൾബ് ഉണ്ടാക്കാൻ പറ്റാത്ത 1000 വഴികൾ ഞാൻ കണ്ടുപിടിക്കുകയായിരുന്നു എന്നാണ്. പരാജയപ്പെടുന്നത് തെറ്റല്ല, പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ ഒരേ തെറ്റ് വീണ്ടും ആവർത്തിക്കുന്നതാണ് തെറ്റ്. പരാജയത്തെ ഒരു സുഹൃത്തായി കാണുക, അത് നിങ്ങളെ കൂടുതൽ കരുത്തനാക്കും. നാലാമത്തെ തെറ്റ്, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ മടിക്കുന്നതാണ്. ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം വിജയകരമായിരുന്ന പല കാര്യങ്ങളും ഇന്ന് കാലഹരണപ്പെട്ടിട്ടുണ്ടാവും. നിരന്തരം അപ്ഡേറ്റ് ആയിരിക്കുന്ന ആളുകൾ മാത്രമേ ഇന്ന് വിജയിക്കൂ. പുതിയ പുസ്തകങ്ങൾ വായിക്കുക, സ്കില്ലുകൾ പഠിക്കുക, മെന്റർമാരെ കണ്ടെത്തുക. നിങ്ങളുടെ വരുമാനത്തെക്കാൾ കൂടുതൽ നിക്ഷേപം നിങ്ങളുടെ തലച്ചോറിന് വേണ്ടി മാറ്റിവെക്കുക. നിങ്ങൾ എന്ത് പഠിക്കുന്നുവോ അത് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുകയുള്ളൂ. അറിവ് വർദ്ധിപ്പിക്കുന്നത് ഒരിക്കലും നഷ്ടമല്ല, അതൊരു വലിയ വിജയത്തിലേക്കുള്ള മുതൽക്കൂട്ടാണ്. അഞ്ചാമത്തെ തെറ്റ്, കൂടെയുള്ള ആളുകൾ. നിങ്ങൾ ദിവസവും സമയം ചെലവഴിക്കുന്ന 5 ആളുകളുടെ ശരാശരിയാണ് നിങ്ങൾ. ചുറ്റുമുള്ളവർ എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങളും അറിയാതെ തന്നെ അങ്ങനെ ചിന്തിച്ചു തുടങ്ങും. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, ലക്ഷ്യബോധമുള്ള, നിങ്ങളെക്കാൾ അറിവുള്ള ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുക. വിഷം വമിപ്പിക്കുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കുന്നത് ക്രൂരതയല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തോടുള്ള ഉത്തരവാദിത്തമാണ്. മികച്ച ആളുകൾക്കിടയിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറും. നിങ്ങളുടെ വിജയത്തിന്റെ വേഗതയും അവിടെ വർദ്ധിക്കും. പ്രിയപ്പെട്ടവരെ,
നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ 5 തെറ്റുകളും നമ്മുടെ വിജയത്തെ തടയുന്ന വലിയ തടസ്സങ്ങളാണ്. ലക്ഷ്യബോധം, കൃത്യനിഷ്ഠ, ധൈര്യം, നിരന്തരമായ പഠനം, നല്ല സൗഹൃദങ്ങൾ, ഇവയാണ് വിജയത്തിന്റെ താക്കോലുകൾ. ഇതിലേത് തെറ്റാണ് നിങ്ങൾ ഇപ്പോൾ തിരുത്താൻ പോകുന്നതെന്ന് താഴെ കമന്റ് ചെയ്യുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ എനിക്ക് വലിയ താല്പര്യമുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും ഉടൻ തന്നെ കാണാം. വിജയികളായി തുടരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഹൃദയം തുറന്ന് ആശംസിക്കുന്നു.